ഒറ്റയ്ക്കാണെന്ന് തോന്നാറുണ്ടോ? ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ? ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഇവിടെ യേശു 3 കാര്യം പറയുന്നു. ഒന്നാമത്തേത്, തലയിലെ രോമങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്നും അതിലെത്ര രോമം പൊഴിഞ്ഞു പോയാലും ദൈവത്തിന് അത് കറക്റ്റായിട്ട് പറയാൻ കഴിയും. അതായത് നമുക്ക് പോലും അറിയാത്തത് ദൈവത്തിന് പറയാൻ കഴിയുന്നുവെങ്കിൽ അത്രയും ഡീറ്റെയിലായി ദൈവം നമ്മെ അറിയുന്നു. രണ്ടാമത്തേത്, ഭയപ്പെടേണ്ട. എന്തിന് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു? നമ്മെ ഇത്രയും ഡീറ്റെയിലായി അറിയുന്ന ദൈവമുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? ആ ദൈവം നമ്മെ മറന്നിട്ടില്ല. മൂന്നാമത്, ഏറിയ കുറുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ആ വേദഭാഗം മുകളിലോട്ട് വായിച്ചാൽ അറിയാം. 2 കാശിന് 5 കുരുകിലിനെ വയ്ക്കുന്നു. പക്ഷെ ദൈവം പറയുന്നു, നാം വിലയുള്ളവർ. എത്ര വിലയാണ് ദൈവം നമുക്ക് തരിക? ക്രൂശിലൂടെ യേശു ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില. ദൈവത്തിൻ്റെ മുമ്പിൽ നാം വിലയേറിയവരാണ്. ആരും നമ്മെ കാണുന്നില്ലേ? നമ്മുടെ ദൈവം കാണുന്നു. ആരും നിന്നെ കരുതുന്നില്ലേ? നമ്മുടെ ദൈവം കരുതുന്നു. നിന്റെ കണ്ണുനീരിനെ അവൻ തുരുത്തിയിൽ കരുതുന്നു. ആ ദൈവം പ്രതിഫലം തരുവാൻ മതിയായവനാണ്. യേശുവേ, എന്നെ വിലയേറിയവനായി കാണുന്നതിന് നന്ദി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.